ബാർക്കോഴ കേസിൽ കെ.എം. മാണി കോഴ വാങ്ങിയിട്ടുണ്ടോ? എല്ലാത്തിനും തെളിവുണ്ടായിട്ടും ചെന്നിത്തലയുടെ വിജിലൻസ് തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് ഒതുക്കിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിവാക്കുന്നത്. SP സുകേശൻ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോഴയ്ക്ക് തെളിവുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു അത്രേ. എന്തായാലും സംഗതി പുറത്തായതോടെ തൽക്കാലം വിഴിഞ്ഞത്തിൽ ചാരി രക്ഷപ്പെടാം എന്നാണ് ഉമ്മൻചാണ്ടിയും മാണിയും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ VS ആ റിപ്പോർട്ടിലും കയറി പിടിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക. നിയമം ലംഘിച്ച കൊച്ചുവാ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക. കേരളത്തിൽ ഗവൺമെന്റിനെ പറ്റി പൊതുവിലും ഉമ്മൻചാണ്ടിയെ പറ്റിയും മാണിയെ സംബന്ധിച്ചുമുള്ള അഴിമതി ആക്ഷേപങ്ങൾ ഏറ്റവും ശക്തമായും വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ടുള്ള നിലയിൽ തന്നെ ഈ അന്വേഷണം നടത്തി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പുറത്ത് നേരത്തെ വന്നിരുന്നതാണ്. അത് തന്നെ ആയിരിക്കുമോ കൊടുക്കുന്നത് എന്നായിരുന്നു സംശയം. ഇപ്പോൾ കോടതിയിൽ അത് കൊടുത്തതിന് ശേഷം ഏതാണ്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ശരിയായിട്ടുള്ള നിലയിലും സത്യസന്ധമായിട്ടുള്ള നിലയിലും കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കെല്ലാം ബോധ്യമാകുന്നത്. എടോ, ഈ വിളിച്ചു വേണതേ ഉമ്മണിത്തെ എന്നുള്ള കാര്യമാണ്, അറിയായ? കൊച്ചുവാവനെ എന്നാ ചെയ്യണമെന്നാണോ ഇവര് വിളിച്ചു പറയണത്? പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാ അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം, അങ്ങനെയും പറയാം. അങ്ങനെ ചെയ്യണമെന്ന് ഉടയ തമ്പുരാനാട് വിളിച്ച് പറയുകയായിരുന്നു അല്ലേ? അതെ അതെ, അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ്. എടോ, താൻ തെങ്ങ കേറിയിട്ടുണ്ടാ? തെങ്ങിലോ? ആ ഉണ്ടല്ലോ. വെടല വിരിക്കാനല്ല, ചെത്താൻ കേറിയിട്ടുണ്ടാ? ചെത്താനോ? ഇല്ലല്ലോ. എന്നാ കൊച്ചുവാവ കേറിയിട്ടുണ്ട്, ചെത്താൻ. അല്ല, പഷ്ടി ചെത്തുകാരനായിരുന്നു കേട്ടാ. ഒരു ദിവസം ചെത്താൻ കയറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തുതെങ്ങിനും എന്തും വേണ്ട ഏതൊക്കെയുണ്ടെന്ന് തനിക്കറിയായ. അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ? സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നീക്കത്തിന് നിങ്ങൾ എല്ലാവരും തന്നെ സംഘടിതമായി മുന്നോട്ട് വരുമെന്നും കേരളത്തിൽ നിന്ന് ഈ ഏറ്റവും ഹീനമായ അഴിമതി തുടച്ചു നീക്കുന്നതിന് നിങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നുമാണ് എൻ്റെ അഭിപ്രായം. VS പറയുന്നത് പോലെയൊന്നുമല്ല. മാണിക്ക് എല്ലാം കഴിഞ്ഞ് ഒരു ഉയിർപ്പുണ്ട്. റിപ്പോർട്ടിൽ പറയും പോലെ പാലയിലെ വീട്ടിൽ നിന്ന് ആ കോഴ കൊടുത്തിരുന്നോ മാണി സാറേ? പല സംശയമുണ്ടോ? ഇത് എത്രയോ നാളെ ചർച്ച ചെയ്ത കാര്യമാണ്. പുതുമ വല്ലതും ഉണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ഇതിപ്പോൾ സബ്ജുഡീസാണ്, കോടതിയിൽ പരിഗണിക്കിരിക്കുന്നൊരു വിഷയമായി. ഇതേ സംബന്ധിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് അദാനിയുമായിട്ട് ഒരു 5000 കോടി രൂപയുടെ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഒപ്പിടുന്ന ദിവസം അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കരുതിക്കൂട്ടി പ്രതിപക്ഷം പുറപ്പെടുവിച്ചിരിക്കുന്ന നടത്തുന്നൊരു നാടകം മാത്രമാണിത്. ഇതിനകത്തൊന്നുമില്ല. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് മെറിറ്റിലേക്ക് കലർന്ന് സംസാരിച്ചാൽ സബ്ജുഡീസ് ആകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇനിയും കൂടുതലായിട്ടൊന്നും പറയാം. സുകേശന്റെ റിപ്പോർട്ടൊക്കെ ഇനി ചവറ്റുകൊട്ടയിലും മാധ്യമങ്ങളിലെ വാർത്തകളിലും മാത്രം ഒതുങ്ങും. മാണി എല്ലാത്തിൽ നിന്നും ഊരിപ്പോരുന്ന ആളാണല്ലോ. വേണ്ടി വന്നാൽ മോദിയെപ്പോലെ വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തെ ശരിപ്പെടുത്താനുള്ള പരിപാടികളിലും ഏർപ്പെടും. UAE-യിൽ പോയ മോദി അമ്പലം പണിയാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തും കരാറുകളിൽ ഒപ്പിട്ട് വീമ്പിളക്കിയും പുത്തൻ മാർക്കറ്റിംഗ് തന്ത്രം പയറ്റുകയാണ്. എല്ലാം കണ്ട് ആവേശത്തിലാകുന്നവരോട് ഞാനാരാ മോൻ എന്ന് തിരിച്ചൊരു ചോദ്യവുമുണ്ട്. തിരിച്ചെത്തുമ്പോഴേക്കും ഇന്ത്യയിലെ വിവാദങ്ങളെല്ലാം അടങ്ങുമല്ലോ എന്ന പ്രതീക്ഷ. മോദി അണ്ണൻ്റെ ദുബായ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.